ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്ററാണ്. ഓക്കെ, +1 തേർഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ടൈറ്റിൽഡ് ആസ് ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ T.S. ആർതർ. സോ T.S. ആർതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എൻ അമേരിക്കൻ എഡിറ്റർ, റൈറ്റർ. അദ്ദേഹം കൂടുതലായിട്ടും അറിയപ്പെട്ടിരുന്നത് മോറൽ ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിക്ഷൻസും എസ്സേസും ഒക്കെ എഴുതിയത് വഴിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ, പ്രശംസ അല്ലെ അംഗീകാരം നേടിക്കൊടുത്ത ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ 10 Nights in a Bar Room ആണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക്. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ് അല്ലേ. സോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരും കാണും. നമുക്ക് നമ്മളുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ കാണും, കൂടെ നിൽക്കാത്തവർ കാണും. നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തവർ കാണും, ചീത്ത കാര്യങ്ങൾ ചെയ്തവർ കാണും. അങ്ങനെ കുറേ ആൾക്കാർ കാണും അല്ലേ. ഇപ്പം നല്ലവരിൽ തന്നെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ തന്നെ നമുക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നവർ കാണും. എന്നാൽ നമ്മളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്തു തന്നവർ കാണും. പക്ഷേ ആ ഒരു വലിയ കാര്യം ചെയ്തു തന്നവരെക്കാട്ടിലും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉടനീളം ജീവിത അവസാനം വരെ നിലനിൽക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് അറിയാവുന്നതോ അറിയാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ചെറിയ കാര്യമായിരിക്കാം അല്ലേ. സിമ്പിൾ ആക്ഷൻ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഗ്രേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്. ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം കൂടുതലും വണ്ടർഫുൾ ആക്കി തരുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ. ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ആണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ തീരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ആരാണ് ആ ഒരു ഏഞ്ചൽ. ഏഞ്ചൽ എന്ന് വെച്ചാൽ എന്താണ്? മാലാക അല്ലേ. ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ വേഷം മാറിയ, സ്വന്തം ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേഷം മാറിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരാൾ വേഷം മാറി വന്നു എന്നതുള്ള ആ ഒരു ഡിസ്ഗൈസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ ഒരു രൂപം അല്ല, മറിച്ച് പ്രവൃത്തി കൊണ്ട് ഡിസ്ഗൈസ്ഡ് ആണ്. ഓക്കെ, ആ ഒരു പ്രവൃത്തി കൊണ്ട് അവർ ഡിസ്ഗൈസ്ഡ് ആണ്. ഈ നമ്മൾ പറയില്ലേ, ഇത് നമ്മൾ ദൈവത്തെ പോലെയാണ് നിങ്ങളെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ള ദൈവമാണെന്നാണോ? അല്ല, ദൈവത്തിൻ്റെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഏഞ്ചലിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു ആൾ. നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ സ്റ്റോറിയിൽ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മരണമാണ്. ഓക്കെ, ഒരു മരണമാണ്. അത് ആരുടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്റ്റോറിയിൽ 3 കുട്ടികളാണുള്ളത് മെയിനായിട്ടും. ആ 3 കുട്ടികളുടെ അമ്മയാണ് ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ മരിക്കുന്നത്. അപ്പോൾ അവർ കൂടുതലും മദ്യപാനിയായിരുന്നു, അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. അത് മാത്രമല്ല ഒരു ചെറിയൊരു കുടിലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇവരുടെ 3 മക്കളും താമസിച്ചിരുന്നത് ഒരു ദരിദ്രയായിട്ടുള്ള സ്ത്രീയായിരുന്നു. ആ ഒരു ദരിദ്രയായ ആ ഒരു സ്ത്രീയാണ് ഇവിടെ മരിക്കുന്നത്. ഓക്കെ, സോ അവർക്കാണെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തി കാരണം ആ ഒരു വില്ലേജിലുള്ള അല്ലെ ആ ഒരു സ്ഥലത്തുള്ള ആർക്കും തന്നെ അവരെ ഇഷ്ടമല്ലായിരുന്നു. എല്ലാവർക്കും അവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവിടെയുള്ള മെന്നിനാണെങ്കിലും വിമനാണെങ്കിലും ഈവൻ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ആർക്കും ഒരു ദയയും തോന്നിയിട്ടില്ല, ദേഷ്യവും മാത്രമാണ് ഇവരോട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് മരണപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ഒരു വീടിൻ്റെ പടിയിൽ നിന്ന് ഉരുണ്ടി വീണ് വെള്ളം അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, മദ്യപിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഉരുണ്ടി വീണാണ് മരിക്കുന്നത്. ഇവർ മരിക്കുന്നത് ഇവരുടെ ആ കുട്ടികളുടെ മുമ്പിലാണ്. സോ അപ്പോൾ ആ സ്വന്തം അമ്മ മക്കളുടെ മുമ്പിൽ വീണ്
മരിക്കുക എന്ന് പറയുന്നത് അത്രയും സങ്കടകരവും അത്രയും ഭയപ്പെടുത്തുന്നതും ആ കുട്ടികളുടെ മനസ്സിൽ അത്രയും ഷോക്കും ഭയവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. അങ്ങനെയാണ് ആ ഒരു സ്ത്രീ അവിടെ മരിക്കുന്നത്. അവിടെ ഉള്ള നെയ്ബേഴ്സും അയൽക്കാരെല്ലാം ആ ഒരു എന്താണ് ആ ഒരു കുഞ്ഞു കുടിലാണ് അല്ലേ, ചെറിയൊരു കുടിലാണ്. ആ ഒരു കുടിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു കുടിലെന്ന് വെച്ചാൽ എന്താ, ചൂട് സമയത്ത് സൂര്യനിൽ നിന്ന് ഒരു സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു തണൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ഒന്ന് കയറിയിരിക്കാൻ പാകത്തിന് അത്രയും ഉള്ളൂ ആ ഒരു കുടിലിൻ്റെ ആ ഒരു അവസ്ഥ. അത്രയും ദാരിദ്ര്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് ഫുഡ് പോലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് ഒരു വയറ് നിറച്ച് കൊടുക്കാൻ പോലുമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ലായിരുന്നു. കാരണം എന്താണ്, അമ്മ കുട്ടികളെ അത്രയ്ക്ക് നന്നായിട്ട് നോക്കുന്നൊരു അമ്മയായിരിക്കണം എന്നില്ല അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കി നടക്കില്ല. അപ്പം ആ ഒരു 3 കുട്ടികളുടെ പേരാണ് ജോൺ, കെയ്റ്റ്, മാഗി. അപ്പോൾ ജോൺ മൂത്ത ആൺകുട്ടിയാണ്. അവന് 12 വയസ്സാണ് ഉള്ളത്. അവന് എന്താണ്, അവനൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ കെയ്റ്റാണ്, ഒരു മകളാണ്, അവൾക്ക് 10 വയസ്സാണുള്ളത്. മൂന്നാമത്തത് മാഗിയാണ്, അതൊരു ബെഡ് റിഡൻ ആയിട്ടുള്ള കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഏറ്റവും ഇളയ കുട്ടിയാണ് നമ്മളുടെ മാഗി. അപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ ഈ ഒരു നെയ്ബേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാണ്. അമ്മ മരിച്ചു, ഇവർ ഇവിടെ പട്ടിണി കിടന്ന് മരിച്ചു പോവുകയേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇവർക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. മകനായിട്ടുള്ള ജോണിനെ ഒരു കർഷകൻ, ഫാമർ ജോൺസന് ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പം ജോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ജോൺ ഒരു ഗാർഡിനെ കിട്ടി. രണ്ടാമത് നമ്മളുടെ കെയ്റ്റ് ആണല്ലേ. കെയ്റ്റിനെ മിസ്സസ് എലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷെ നമ്മുടെ കിടപ്പ് രോഗിയായിട്ടുള്ള മാഗീനെ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു. മാഗിക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് വെച്ചാൽ, 2 വർഷം മുമ്പ് മാഗി ഒരു ജനലിൽ നിന്ന് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു വീണ സമയത്ത് അവൾക്ക് നട്ടെല്ലിനാണ് ഇഞ്ചുറി സംഭവിച്ചത്. അതിനുശേഷം അവൾ ഫുള്ളി ബെഡ് റിഡൻ ആണ്. ബെഡിന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. അവൾ എഴുന്നേറ്റുകൊണ്ടിരുന്നത് തന്നെ അമ്മയുടെ കൈകളിൽ പൊക്കിയെടുക്കുമ്പോൾ മാത്രമാണ് അവൾ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റിയിരുന്നത്. അവിടെയുള്ള ബാക്കിയുള്ള വീട്ടിലെ അമ്മമാരൊക്കെ വന്ന് നമ്മളുടെ മാഗീൻ്റെ പഴയ ഡ്രസ്സൊക്കെ, ഇങ്ങനെ മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു അവൾ ഇട്ടിരുന്നത്, അതൊക്കെ മാറ്റി അവൾക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ അവളുടെ കണ്ണുകളിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സങ്കടവും ആ ഒരു സഹതാപവും, അവളുടെ ആ ഒരു രക്ഷിക്കണം, അവളെയും കൂടെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ഇതൊക്കെ അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു, എങ്കിൽ ഇവളെ ആ ഒരു പുവർ ഹൗസിലേക്ക്, അനാഥാലയത്തിലേക്ക് കൊണ്ട് ഇടാം എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഓരോ സജഷൻസൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവർ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു പുവർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സിക്കായിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ താമസിക്കേണ്ട സ്ഥലം പുവർ ഹൗസ് ആണ്. അല്ലെങ്കിൽ തന്നെ ഇവളുടെ കാര്യത്തിൽ ആരും ഇതിനെക്കാട്ടിലും കൂടുതൽ ഒരു കാര്യവും ഏറ്റെടുക്കാനൊന്നും ഇവളെ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പുവർ ഹൗസ് തന്നെയാണ് നല്ലത്. അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷനെക്കാട്ടിലും നല്ലതായിട്ട് അവൾക്ക് ഫുഡ് കിട്ടും, അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ അവളുടെ ഹെൽത്തൊക്കെ ചെക്ക് ചെയ്തോളും, നല്ല ക്ലീൻ ആയിട്ടൊക്കെ ഇരുന്നോളും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള ആൾക്കാർക്ക് അവളെ അങ്ങനെ അയക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റും നിന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പം അങ്ങനെ അയക്കാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു. അപ്പം ഒരു തീരുമാനം ഉണ്ടായില്ല. അവളുടെ അമ്മ മരിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് അടക്കം ഉണ്ടായിരുന്നത്. അപ്പം ആ അടക്കത്തിന് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു അടക്കം കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മളുടെ ജോണിനെ ഫാർമർ ജോൺസ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്സസ് എലിസ് ആണെങ്കിൽ കെയ്റ്റിനെയും രണ്ടാമത്തെ കുട്ടീനെയും പെട്ടെന്ന് ചേച്ചിയോട് അനിയത്തിയോട് സിസ്റ്ററിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവളെയും അവിടുന്ന് കൊണ്ടുപോയി. ഇനി ബാക്കി നമ്മളുടെ മാഗി മാത്രമാണ്, അവൾ ഒറ്റയ്ക്കുമാണ് അല്ലേ. ഇങ്ങനെ സങ്കടകരമായിട്ടുള്ളൊരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവൾ ഒറ്റയ്ക്ക്, അമ്മയുമില്ല, കൂടെയുള്ള സഹോദരങ്ങൾ ആരും തന്നെ ഇല്ല, അവളെ ആരും ഏറ്റെടുക്കാനും തയ്യാറല്ല.
കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ജോ തോംസൺ അങ്ങോട്ട് വരികയാണ്. അപ്പം ജോ തോംസൺ ഒരു വീൽ റൈറ്റ് ആണ്. വീൽ റൈറ്റ് ചക്രം ഉണ്ടാക്കുന്ന വ്യാപാരം നടത്തുന്ന ഒരാളാണ് നമ്മളുടെ ജോ തോംസൺ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ആരാണ് ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് പോയത്? എന്ത് ക്രൂരമായിട്ടുള്ള കാര്യമാണ് അല്ലേ, മാഗീനെ മാത്രം ഇവളെ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയത്, എന്ത് ക്രൂവലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവർ പറയുന്നുണ്ട്, എങ്കിൽ ഇവളെ പൂർ ഹൗസിലേക്ക് കൊണ്ടുപോക്കോ, അവളവിടെ നിന്നോളുമല്ലോ എന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫ്. അപ്പം എന്നിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ടൊരു കൺഫ്യൂഷനിൽ നമ്മുടെ ജോ നിൽക്കുകയാണ്. ജോ നിന്നതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് അദ്ദേഹം കയറുന്നുണ്ട്. കയറുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മളുടെ മാഗി ആ ഒരു ബെഡിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. എന്നിട്ട് അവൾ അദ്ദേഹത്തിനെ കാണുമ്പോഴത്തേക്ക് അവളുടെ ആ ഒരു കണ്ണിലെ ആ ഒരു സങ്കടമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇവളെ മാത്രമാണ് അവളെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അവളെ ഒറ്റയ്ക്കാക്കി പോകരുത് എന്ന് അവൾ അപേക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ആ അപേക്ഷ സ്വീകരിക്കുന്നുമുണ്ട്. അവളെ ഒറ്റയ്ക്കാക്കി അദ്ദേഹം പോകാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം അവളെ അയാളുടെ കൈകളിൽ കോരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, മിസ്സസ് ജോ തോംസൺ. അവർക്ക് കുട്ടികളൊന്നുമില്ല. നമ്മുടെ ജോയ്ക്കും ജോ തോംസൻ്റെ വൈഫിനും കുട്ടികളൊന്നുമില്ല. എന്നാലും ഈ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുവരുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആദ്യമേ ഭയങ്കര ദേഷ്യവും എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജോ തോംസനെ കാണാൻ ഭയങ്കര ഒരു റഫാണ് എക്സ്റ്റീരിയറിലെങ്കിലും അദ്ദേഹം ഭയങ്കര ടെൻഡറായിട്ടുള്ള മൃദുവായിട്ടുള്ള ഒരു ഹൃദയത്തിനുടമയാണ്. അദ്ദേഹം ആ കുട്ടീനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഭാര്യ ആദ്യമേ ഒന്നും തന്നെ സമ്മതിക്കില്ല, എന്തിനാണ് കുട്ടി കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവളുടെ കഥ പറയുന്നുണ്ട്. അമ്മ മരണപ്പെട്ടു, 2 സിബ്ലിങ്സ് ഉണ്ടായിരുന്നവരെ ആരൊക്കെയോ കൊണ്ടുപോയി, ആരൊക്കെയാണെന്നൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഇവള് മാത്രം ഒറ്റയ്ക്കായിരുന്നു, ഇവളെന്താ കൊണ്ടുപോവാഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവളെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് വിട്ടുകൊടുത്തുകൂടായിരുന്നോ? അപ്പോൾ അവൾക്ക് ആരുമില്ല, അവളെ പൂർ ഹൗസിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എങ്കിൽ അവളെ കൊണ്ട് അവിടെ വിട്ടുകൂടായിരുന്നോ? അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ വൈഫ് ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ടിട്ട്. പക്ഷേ നമ്മളുടെ ജോ തോംസന് അവരെ സമാധാനപ്പെടുത്താനായിട്ട് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം ബൈബിളിലെ കുറേ സന്ദേശം കുട്ടികളെക്കുറിച്ച് പറയുന്ന കുറേ വചനങ്ങൾ ഒക്കെ വൈഫിനോട് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വൈഫിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി മാറി തുടങ്ങും. അവർക്കും അവളോട് ചെറിയൊരു സഹതാപവും സ്നേഹവും കരുണയും ഒക്കെ വരാനായിട്ട് തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവളെ അങ്ങനെ ജോ തോംസൺ അവരുടെ റൂമിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മടങ്ങി വരുന്ന ആ ഒരു സമയത്തിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു റൂമിലേക്ക്, ആ കുട്ടി കിടക്കുന്ന റൂമിലേക്ക് നമ്മളുടെ ജോയുടെ വൈഫ് പോകുന്നതാണ് അല്ലേ. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈനാണ്. കുട്ടി അക്സെപ്റ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൈനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് മുറിയിൽ നിന്ന് ആ വിളക്കിൻ്റെ ഒരു പ്രകാശം അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അപ്പം അദ്ദേഹം അത് കാണുന്നത് ഒരു ഗുഡ് ഓമനായിട്ടാണ്, നല്ലൊരു അടയാളമായിട്ടാണ് അദ്ദേഹം ആ ഒരു വെളിച്ചത്തിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ആ ഒരു കരുണയുടെ അല്ല ആ ഉണർവ്, ആ ജെയിൻ്റെ മനസ്സിൻ്റെ ആ ഒരു മാറ്റം, അതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ലൈറ്റിന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ജോ ആണെങ്കിൽ ഈ കുട്ടി റൂമിലേക്ക് കയറി ഈ കുട്ടിയുടെ മുഖം നോക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തും എന്താണ് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടൊരു ശാന്തതയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് അവളുടെ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു അഭാവം, ആ ഒരു കുറവ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അതെല്ലാം ആ ഒരു ജെയിൻ്റെ ആ ഒരു കരുണേനെയാണ് സൂചിപ്പിക്കുന്നത്. കുട്ടിയോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്ന് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് നമ്മളുടെ ജോ തോംസന് മനസ്സിലാവുകയാണ്. ഓക്കെ.
നമ്മുടെ ജോയുടെ വൈഫും മാഗിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സംഭാഷണം അദ്ദേഹത്തിന് നേരിട്ട് കാണാനാവാത്തതിനാലാണ്, കാണാനായില്ല എങ്കിലും നമ്മുടെ മാഗിയുടെ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾക്ക് ജോയ്ക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. നമ്മളുടെ ജോയുടെ വൈഫും അവളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജോ അതുപോലെ തന്നെ വരുമ്പോഴത്തേക്ക് നമ്മൾ മാഗീനെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറയുന്നൊന്നുമില്ല. അതെന്താ, ഇനിയിപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ വേണ്ട, അതിപ്പോൾ തൽക്കാലം അവളെക്കുറിച്ച് പറയണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുന്നത് അത്താഴം റെഡി ആയോ എന്നാണ്. അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ കൈയും മുഖവും ഒക്കെ ഫുള്ള് ഡസ്റ്റിലും സോയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അദ്ദേഹം പോയി, കിച്ചണിൽ നിന്ന് പോയി ബെഡ്റൂമിലേക്ക് അദ്ദേഹം പോയി. ശേഷം നമ്മുടെ ജോ തോംസൺ വന്നിട്ട് നമ്മളുടെ മാഗിയായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. എത്ര നാളായി ഈ ഒരു കിടപ്പ് ആയിട്ട്, എത്ര നാളായി, ഡോക്ടറിനെ കാണിച്ചോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവൾ പറയുന്നുണ്ട് വേദന ഉണ്ടായിരുന്നു, അദ്ദേഹം കോരിയെടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൾക്ക് വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഈ സോഫ്റ്റ് ബെഡിൽ കിടക്കുന്നതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടിയും ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു വോയിസിലും ഒക്കെയാണ് നമ്മുടെ മാഗി സംസാരിക്കുന്നത്. ഒരു സമയത്ത് നമ്മളുടെ മിസ്സസ് തോംസൺ പറയുന്നുണ്ട് സപ്പർ റെഡി ആയിട്ടുണ്ട് എന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മളുടെ ജോ തോംസൺ നമ്മുടെ മാഗീനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. ആ ഒരു സമയത്ത് എത്ര ദിവസത്തേക്കാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജോ പറഞ്ഞത് ഇന്നൊരു രാത്രിയത്തേക്ക് ഇവിടെ താമസിപ്പിക്കുകയാണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം വൈഫിനോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം അവളെ അവർ ഗാർഡിയൻസൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവളെ പൂർ ഹൗസിലേക്ക് മാറ്റാമെന്നുള്ളൊരു രീതിയിലാണ് വന്ന സമയത്ത് ജോ തോംസൺ സംസാരിച്ചത്. അപ്പം നമ്മളുടെ സപ്പർ റെഡിയായെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് നമ്മളുടെ മിസ്സസ് ജോ തോംസൺ പറയുന്നുണ്ട് നമ്മൾ സപ്പർ കഴിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ ആ കുട്ടീനെ വിശന്ന് ഹംഗ്രി ആയിട്ട് ഇരുത്താനായിട്ട് പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ജോ തോംസൺ കാണുന്നത്. എന്നിട്ട് അവർ ടേബിളിൽ ഇരുന്ന സമയത്ത് ഇങ്ങനെ മിസ്സസ് ജോ തോംസൺ ചോദിക്കുന്നുണ്ട് ഇനി കുട്ടീനെ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്താണ് തീരുമാനം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജോ തോംസൺ പറയുന്നുണ്ട് അവളെ പൂർ ഹൗസിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം എന്ന് പറയുന്ന സമയത്ത് മിസ്സസ് തോംസൺ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടാണ് ആ ഹസ്ബൻഡിനെ നോക്കുന്നത്. എന്നിട്ട് അവൾ കണ്ണ് താഴ്ത്തുകയാണ്. അതായത് ആ കുട്ടി പോവാണ് എന്ന് അറിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സങ്കടമാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അവർക്ക് കുട്ടികളൊന്നുമില്ല. ആദ്യമേ ഈ കുട്ടിയോട് താല്പര്യം ഇല്ലായിരുന്നു എങ്കിലും പിന്നീട് അവർ തമ്മിലൊരു ചെറിയ ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മിസ്സസ് തോംസൺ പോയിട്ട് ബ്രെഡൊക്കെ, ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്യുകയും ബട്ടറും മിൽക്കും ഒക്കെ ഒഴിച്ച് ചായ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാഗിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി നല്ല വിശന്നാണ് ഇരിക്കുന്നത്. ആ കുട്ടി അത് കഴിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു സൈൻ ഓഫ് പ്ലഷർ ആണെന്നാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നല്ലതാണ് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ജോ തോംസനോട് മിസ്സസ് തോംസൺ ചെന്ന് പറയുന്നുണ്ട് കുട്ടി ഭയങ്കര സിക്കാണ്, നമുക്ക് അവളെ ഒരു 1-2 ദിവസം കൂടി നിർത്താം, അവൾ ഭയങ്കര വീക്കാണ് എന്നൊക്കെ പറയുകയാണ് ചെന്ന്. അപ്പം ഗാർഡിയൻസിനെ, ആ പൂർ ഹൗസിൻ്റെ ഗാർഡിയൻസിനെ നാളെ കാണാം, 2 ദിവസം കഴിഞ്ഞ് കണ്ടാൽ മതി അവളുടെ കാര്യത്തിനെ കുറിച്ചെന്നൊക്കെ ഇങ്ങനെ വൈഫ് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതാകുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ 1 ദിവസം കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞും ഒരാഴ്ച കഴിഞ്ഞും ജോ തോംസൺ അവളെ അങ്ങോട്ട് വിടുന്നതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ആ ഒരു ഗാർഡിയൻസിനെ കാണാനായിട്ട് തയ്യാറല്ലായിരുന്നു. അപ്പം പറയുകയാണ് അത്രയും നാളും അവരുടെ വീടെന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കും കോൾഡും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഈ കുട്ടി വന്നതിന് ശേഷം ഒരു ലൈറ്റും ബ്ലെസ്സിങ്സും ഒക്കെയാണ് ആ ഒരു സിക്കായിട്ടുള്ള, ആ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ആ ഒരു കുട്ടി നമ്മളെ ജോ തോംസൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്.
കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ ജോ തോംസൻ്റെ വൈഫിന് ഒന്നും തന്നെ ആരും തന്നെ ഇല്ലായിരുന്നു സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒന്നും. എന്തുകൊണ്ട് അവർക്ക് കുട്ടികളൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ, ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഡിപ്രഷനിൽ കൂടെയൊക്കെ ആയിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സോറായിട്ടുള്ള, ഭയങ്കര മോശമായിട്ടുള്ള സ്വഭാവവും, ഭയങ്കര ഇറിറ്റേറ്റിങ്ങും, എപ്പോഴും ഭയങ്കര ദേഷ്യവും ഒക്കെ ആയിരുന്നു അവർക്ക്. അത് അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ കൊണ്ടാണ്. എത്രയും വർഷമായിട്ടും അവർക്ക് ആരും തന്നെ ഇല്ലായിരുന്നു, കുട്ടികളൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടി വന്നതിന് ശേഷം നമ്മളുടെ ജോ തോംസൻ്റെ വൈഫിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഭയങ്കര സ്നേഹവും സമാധാനവും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ അവർക്ക് വരികയാണ്. അദ്ദേഹം ആ കുട്ടീനെ മനസ്സിൽ മാത്രമല്ല കൈകളിലും ആ ഒരു ആംസിലും ആ ഒരു കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ബേർഡൻ എന്നാണ് പറയുന്നത്, പ്രഷ്യസ് ബേർഡൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ജോ തോംസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട് ഭയങ്കര ഡാർക്കും കോൾഡാണ്. അപ്പോൾ ആ കുട്ടി വന്നതിന് ശേഷമാണ് ആ ഒരു വെളിച്ചം വന്നത്. ആ ഒരു ഏഞ്ചൽ എന്നാണ് ആ കുട്ടീനെ പറയുന്നത്. ഏഞ്ചൽ ഹാഡ് കം ഇൻ ടു ഹിസ് ഹൗസ്. ഏഞ്ചൽ ആരാണ്? അപ്പോൾ ഇത് മാഗിയാണല്ലേ. ഡിസ്ഗൈസ്ഡ് ആസ് എ സിക്ക്, helpless and miserable child, and filled all his teary chambers with sunshine of love. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഒരു ഏഞ്ചലായിട്ട് എൻ്റെ മാലാക വേഷം മാറിയ ഒരു സിക്കായിട്ടുള്ള, ഹെൽപ്ലെസ് ആയിട്ടുള്ള, ഭയങ്കര ദയനീയമായിട്ടുള്ള, അസുഖം പിടിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നൊരു മാലാക. ആ കുട്ടി എന്താ ചെയ്തത്? അവരുടെ ആ ഒരു മോശപ്പെട്ട അവസ്ഥയും ആ ഒരു വീടിനെയും ആ ഒരു സ്നേഹത്തിൻ്റെ സൂര്യപ്രകാശം, അല്ലെങ്കിൽ ഒരു സൺഷൈൻ കൊണ്ട് ഫുൾ കവർ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ, ബ്രൈറ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ അവരുടെ ലൈഫിൽ കൊണ്ടുവന്ന ആ ഒരു ഹാപ്പിനെസ്സും അതുമെല്ലാം കൊണ്ടുവന്ന ആ ഒരു ഏഞ്ചൽ നമ്മളുടെ മാഗിയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഇങ്ങനെയാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. If you have any doubt, you can ask me in the comment box. See you with another video.